കേരളം ആവശ്യപ്പെട്ടിരിക്കുന്ന പല പദ്ധതികളോടും വളരെ നിഷേധാത്മകമായ സമീപനം സ്വീകരിച്ചു. കേരളം എന്നൊരു സംസ്ഥാനം ഉള്ളതുപോലും പരിഗണിക്കാത്ത പോലെയാണ് പൊതുവിൽ എനിക്ക് തോന്നിയിട്ടുള്ളത്. അതേസമയം ദേശീയാടിസ്ഥാനത്തിൽ എടുക്കുമ്പോൾ അവശേഷിക്കുന്ന നിയന്ത്രണങ്ങൾ കൂടി എടുത്തു കളയാൻ വേണ്ടി ഒരു കമ്മീഷനെ, ഇപ്പോൾ റെഗുലേറ്ററി ഒരു കമ്മീഷനെ നിശ്ചയിച്ചു. ആ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് പഠിച്ചുകൊണ്ട് നിലവിലുള്ള നിയന്ത്രണങ്ങൾ പോലും എടുത്തു കളയുമുള്ളതാണ് പോസിറ്റീവ്. അപ്പോൾ ഉദാരവൽക്കരണം ശക്തിപ്പെടുത്തുന്ന ഒരു ബജറ്റായിരിക്കും ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിന്റെ പേരിൽ. മറ്റ് കാർഷിക മേഖലയൊക്കെ ശക്തിപ്പെടുത്താൻ വളരെ സൂപ്പർഫിഷ്യലായ പദ്ധതികൾ മാത്രമേ ഉള്ളൂ. ചില ആസ്പിറേഷണൽ ഡിസ്ട്രിക്ട് പോലെ ചില 100 ജില്ല എടുക്കുന്നു. സമഗ്രമായ ഒരു പദ്ധതി ഇല്ല. ഒരു സമഗ്രമായ പദ്ധതിയുടെ അഭാവമാണ് കാർഷിക മേഖലയൊക്കെ. കർഷകർ ഇപ്പോൾ തുടർച്ചയായിട്ട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന അങ്ങനെ ഒരു കാര്യമില്ല. അവർക്ക് വേണ്ടി ചില PM ഉദ്യാൻ സ്കീം അങ്ങനെയുള്ള ചില പരിപാടികൾ പ്രഖ്യാപിക്കുന്നു. 100 ജില്ല എടുത്തുകൊണ്ട് പ്രത്യേക സ്കീം പാസ്സാക്കുന്നു. പിന്നെ ക്രെഡിറ്റിന്റെ വായ്പ 3 ലക്ഷം ഉള്ള 5 ലക്ഷം ആക്കുന്നു. സ്വാഭാവിക കിസാൻ ക്രെഡിറ്റ് KCC എന്ന് പറയുന്നത് അങ്ങനെയുള്ള ചില കാര്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇതിന്റെ ഡീറ്റെയിൽസിന് ഒന്നും കൂടെ നോക്കേണ്ടതുണ്ട്. എന്തായിരുന്നാലും MSP എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഡിമാൻഡ്. ആ MSP എന്ന് പറയുന്നത് സംസ്ഥാനങ്ങൾക്കനുസരിച്ച് വ്യത്യാസപ്പെടും. ഉദാഹരണത്തിന് കേരളത്തിന്റെ ഉൽപ്പാദന ചെലവായിരിക്കില്ല തമിഴ്നാടിന്റെ ഉൽപ്പാദന ചെലവ്. അപ്പോൾ സംസ്ഥാനത്തിന്റെ കാർഷികോൽപാദനത്തിന്റെ ചെലവും പ്ലസ് 50% ആണ് ആവശ്യപ്പെട്ടത്. അതൊന്നും ബജറ്റ് പ്രസംഗത്തിനകത്ത് എവിടെയും ഞാൻ കേട്ടിട്ടില്ല. അതുകൊണ്ട് യഥാർത്ഥ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്നില്ല. സൂപ്പർഫിഷ്യലായ ഒരു റെട്രിക് ബജറ്റാണ്. ബജറ്റ് ചർച്ചയിൽ ഈ കേരളത്തിന് വിഷയമൊക്കെ ഉന്നയിക്കും. ഉറപ്പായിട്ടും സമയപരിമിതി ഒഴികെ വേറെ അക്കാര്യത്തിൽ തടസ്സമില്ല. ഓക്കെ, താങ്ക് യു. എന്തായാലും നിരാശ എന്ന് ഒറ്റവാക്കിൽ പറയുന്നു P. സന്തോഷ് കുമാർ MP. സ്റ്റീഫൻ മാത്യുവിനൊപ്പം ഡൽഹിയിൽ നിന്ന് അനൂപ് ദാസ്, മാതൃഭൂമി ന്യൂസ്.